ഹലോ, ഇന്ന് നമ്മൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അനലൈസിങ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോ തൃശ്ശൂർ പോകുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആട്ടോ. അത് ജിമ്മിലൊക്കെ പോയതിന് ശേഷം നമ്മുടെ വടക്കഞ്ചേരി ടൗണിൽ തന്നെ ഒരു റൂം നോക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിനും കൂടി ഞങ്ങൾ റൂം നോക്കാൻ വേണ്ടി വന്നിക്കേട്ടോ. അത്യാവശ്യം ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ റൂം. നല്ല വ്യൂ ഒക്കെ ഉണ്ട്, കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സൂപ്പറാണ്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ ഒരു ഫീൽഡിലേക്ക് കടക്കാൻ എനിക്ക് കുറച്ച് മടിയും കാര്യങ്ങളാട്ടോ. എനിക്ക് ഓക്കെയാണ്, പക്ഷേ എൻ്റെ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ് പിള്ളേരെ വിട്ടിട്ടുള്ള ഒരു സംഭവം ആൾ സമ്മതിക്കുന്നില്ല. ആൾ പറയും തുണി ക്ലോത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി, പിന്നെ ജുവല്ലറി അങ്ങനെ എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള ഒരു അതിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഇതാണ് റൂം. 250 സ്ക്വയർ ഫീറ്റാണ്. അണ്ടറിൽ ഇതുപോലെ നമുക്ക് സ്റ്റോക്കൊക്കെ കൊണ്ട് വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഫുഡാണെങ്കിൽ കൂടി ഫുഡ് അറേഞ്ച് ചെയ്യാം, അടുക്കള ഇവിടെ സെറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ചെയ്തു കേട്ടോ. സംഭവം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ സമയവും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം തന്നെ നമ്മുടെ മുമ്പിലെത്തിക്കും ആരെങ്കിലും ആയിട്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഒരു ഷേക്ക് കുടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളിതാ ഷോപ്പിലോട്ട് ഫ്രഷ് ആകുമ്പോൾ കയറിയിരിക്കണം കേട്ടോ. ഞാൻ ന്യൂട്ടല്ല ഷേക്ക് ആട്ടോ കഴിച്ചു. കഴിഞ്ഞ മാസം ഞാൻ മോളോട് വന്നപ്പോൾ മോള് ന്യൂട്ടല്ല ഷേക്ക് കഴിച്ചപ്പോൾ അവളിൽ നിന്ന് 2 സ്പൂൺ ഞാൻ വാങ്ങി കഴിച്ചു കേട്ടോ. സംഭവം അടിപൊളി ഉഷാറായിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി ഞാൻ. പിന്നെ അത് രാത്രി വരുമ്പോൾ ചേട്ടൻ ഉള്ളിവട കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ചമ്മന്തി ഇരിക്കുക, കടയിൽ ചമ്മന്തി ഇല്ല, ഞാൻ ഉള്ളിവടയും കൊണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഉള്ളിവടയൊക്കെ കഴിച്ച് നോക്കുമ്പോൾ പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അന്ന് വാങ്ങിയ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മാങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല, ഒരു അസ്വസ്ഥത പോലെ. എനിക്കിപ്പോൾ BP തൈറോയിഡൊക്കെ ഉണ്ട്. അത് ഡെയിലി ഞാൻ എൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മരുന്ന് മിസ്സായി കഴിഞ്ഞ് ഞാൻ തട്ടി പോകുന്ന അവസ്ഥയിലാട്ടോ. ഹൈ BP ആണ്. അതെന്താണെന്ന് അറിയില്ല. എല്ലാവരും പറഞ്ഞു ഇത്ര ചെറുപ്പത്തിൽ എന്താ അങ്ങനെ BP വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല എന്താ വന്നിരിക്കുന്നത്. പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. എൻ്റെ അമ്മയ്ക്ക് ഉണ്ട്, പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ എൻ്റെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഒരു ദിവസം പോലും മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയായിട്ട് ഞാൻ തന്നെ പോകും കേട്ടോ. അതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ BP ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, മൈൽഡാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ മരുന്ന് 1 മണിക്കൂർ മുമ്പ് 2 മണിക്കൂർ മുമ്പ് കഴിച്ചിട്ടുണ്ട്. മോനാട്ടോ വീഡിയോ എടുത്തത്. ഈ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ എനിക്ക് തലകറക്കം വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ എന്താ ചെയ്തിരിക്കുന്നത്, ഇത്രയൊക്കെ തന്നെ ഉള്ള വീഡിയോ. കാരണം ഞാൻ ഈ BP ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. ചേട്ടൻ പറഞ്ഞ് നീ ഇങ്ങനെ സൂക്ഷിച്ചോ, ഉപ്പ് കുറച്ച് കുറയ്ക്കുക, എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.